ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടു. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി ചേർന്നത്. പ്രശാന്ത്, നിർണായകമായ വാർത്തയാണ്. ഗവർണർ സർക്കാർ പോര് അത് അങ്ങേ തലക്കിലേക്ക് എത്തിയതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിരുന്നു ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത്. വളരെ വേഗം രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണ്? ഗവർണർക്ക് തിരിച്ചടിയാണ്. പ്രതിപക്ഷം എങ്ങനെ കൈകാര്യം ചെയ്യും? പൂജ, ലോകായുക്ത ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതിലൂടെ സംസ്ഥാന സർക്കാരിന് വലിയ നേട്ടവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കനത്ത തിരിച്ചടിയുമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 2022 ഓഗസ്റ്റിലാണ് നിയമസഭ ഈ ലോകായുക്ത നിയമ ഭേദഗതി പാസാക്കിയത്. ലോകായുക്തയുടെ അധികാരം കുറയ്ക്കുന്ന നിയമമാണ് പാസാക്കിയത്. ഈ ബില്ല് പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി ഒപ്പിടാൻ അയച്ചു. കഴിഞ്ഞ 1.5 വർഷമായി ഗവർണർ ഈ ബില്ലടക്കമുള്ള നിരവധി ബില്ലുകൾ ഒപ്പിടാതെ രാജ്ഭവനിൽ തന്നെ വയ്ക്കുകയായിരുന്നു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. അതിനിടെ ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായി ഈ ബില്ലുകൾ ഒപ്പിടാതെ ഇരിക്കുന്ന വിഷയത്തിൽ. അതിന് പിന്നാലെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ബില്ല്, അതായത് ലോകായുക്ത നിയമ ഭേദഗതി ബില്ലടക്കം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയച്ചത്. ഇതിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഈ ലോക്പാൽ ബില്ലുമായി ഒത്തുപോകുന്ന ഭേദഗതിയാണ് സംസ്ഥാനത്തെ ലോകായുക്ത നിയമത്തിൽ വരുത്തിയ ഭേദഗതി, അതായത് നിയമസഭ അംഗീകാരം നൽകിയ ഭേദഗതി. അതുകൊണ്ട് തന്നെ ഇതോടെ ഈ രാഷ്ട്രപതി അവിടെ പിടിച്ചു വയ്ക്കാതെ അതിനെ ഭരണഘടനാപരമാണ് എന്ന കണ്ടെത്തലോടെ ഇതിന് കൺസെന്റ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമം, ഈ ബില്ല് ഇനിയിപ്പോൾ രാജ്ഭവന് ഗവർണർക്ക് ഒപ്പുവയ്ക്കേണ്ടി വരും. അതായത് നിലവിലുള്ള ലോകായുക്തയുടെ പല്ലും നഖവും എടുത്തു മാറ്റുന്ന ഒരു ഭേദഗതിക്ക് അംഗീകാരം വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതിലൂടെ സർക്കാരിന് വലിയ ആശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അതായത് ഒരു മന്ത്രിക്കെതിരെ ഒരു വിധി, ലോകായുക്ത വിധി വന്നാൽ മുഖ്യമന്ത്രിയാണ് അതിൽ അപ്പീൽ അധികാരി. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിധി വന്നാൽ അതിൽ നിയമസഭ ആകും അപ്പീൽ അധികാരി. ഒരു MLA-ക്കെതിരെ വിധി വന്നാൽ സ്പീക്കർക്ക് തീരുമാനമെടുക്കാം. അപ്പോൾ ലോകായുക്തയുടെ വിധികൾ ഇത്തരത്തിൽ കടലാസ് വിധികളായിരിക്കുന്ന ഒരു നിയമത്തിന്റെ ഭേദഗതിക്കാണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ഇപ്പോൾ ഗവർണർ ഒപ്പുവയ്ക്കേണ്ട ഒരു സാഹചര്യം വരികയും അതൊരു നിയമ ഭേദഗതിയായി മാറുകയും ചെയ്യുന്നു. അതെ പ്രശാന്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മൾ ഈ ഗവർണർക്ക് തിരിച്ചടിയാണ്, സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അംഗീകാരം വരുമ്പോൾ ലോകായുക്തയുടെ അധികാര പരിധി കുറയുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ അഴിമതിക്കെതിരെ ഏറ്റവും ശക്തമായി ഇടപെടാൻ കഴിയുന്ന ഒരു നിയമമാണ്. അതിന്റെ പല്ലും നഖവും കൊഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പാക്ട് എന്ന് പറയുന്നത്, അല്ലേ? തീർച്ചയായും. അതായത് ഇതിന് രാഷ്ട്രപതി ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഗവർണർ ഈ ബില്ല് പിടിച്ചു വെക്കുകയും ഒടുവിൽ അദ്ദേഹം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്തിരിക്കുമ്പോൾ രാഷ്ട്രപതി അതിൽ നിരീക്ഷിച്ച് അതിന് അംഗീകാരം നൽകുന്നത് ഇത് ലോക്പാൽ നിയമവുമായി ഒത്തുപോകുന്ന ഒരു ഭേദഗതിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഭരണഘടനാ വിരുദ്ധമായില്ല, അത് അംഗീകരിക്കപ്പെടാവുന്ന നിയമ ഭേദഗതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ലോകായുക്തയ്ക്ക് അധികാരം കുറയുന്നതാണെങ്കിലും അത് നിയമവിരുദ്ധമായുള്ള ഒരു നിയമമായി അല്ലെങ്കിൽ ഒരു ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമമായി വിലയിരുത്താൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് അതിന് അംഗീകാരം നൽകിയത്. നിയമനിർമ്മാണ സഭകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം. പക്ഷെ അപ്പോഴും ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് ലോകായുക്ത. ഈ ലോകായുക്തയുടെ വിധി, ലോകായുക്ത പുറപ്പെടുവിക്കുന്ന വിധി പുനഃപരിശോധിക്കാനുള്ള അപ്പീൽ അധികാരി എന്നത് ഒരു ജുഡീഷ്യൽ ബോഡി അല്ല, അതൊരു നിയമസഭയാണ് എന്നതാണ് ഇതിനകത്തുള്ള ഒരു നിയമപ്രശ്നമായി മാറാൻ സാധ്യതയുള്ളത്. പലരും ഈ വിഷയം ഉന്നയിച്ച് നിയമനിർമ്മാണ കോടതികളെ സമീപിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ഇത് ലോക്പാൽ നിയമവുമായി ചേർന്ന് പോകുന്ന ഒരു നിയമ ഭേദഗതിയാണ് എന്നത് വിലയിരുത്തിയാണ് രാഷ്ട്രപതി ഇതിനിപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. അതായത് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച തീരുമാനത്തിന്. ശരി പ്രശാന്ത്, എന്തായാലും വലിയ രീതിയിലുള്ള തർക്കത്തിലേക്ക് പോയതാണ്, എത്രത്തോളം ചർച്ചയായതാണ് നമ്മുടെ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള നമ്മൾ കണ്ടതാണ്. ആ ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.